എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ ഇത്. എൻ്റെ ടീഷർട്ടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വാഴയില റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു കിടിലൻ നോൺ വെജ് സദ്യ കഴിച്ചില്ലായിരുന്നു. ആ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് ഡൗൺ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ പുതിയൊരു ഫ്ലാറ്റ് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ന്യൂസൊക്കെ വന്നില്ലേ, ആ ഒരു സ്ഥലത്തേട്ട് ആ ഒരു ഫ്ലാറ്റ് കാണാനൊക്കെയായിട്ട് നമ്മളിനി പോകുന്നത് നേരെ ഡൗൺ ടൗണിലേക്ക്. ഡൗൺ ടൗൺ എന്ന് പറഞ്ഞാൽ ദുബായിയുടെ ഹൃദയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്കൊരു പോഷ ഏരിയ ആണത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് ദുബായിൽ തന്നെ കരാമ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ. കരാമ ഇത് ഇവിടെയാണ് കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ഓരോ ഫ്ലാറ്റൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ഈ ബിൽഡിങ്സൊക്കെ കാണുന്നില്ലേ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അതിൻ്റെ ഒരു ഡിഫറൻസും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ബിൽഡിങ്സൊക്കെ ഇപ്പോൾ നമ്മളെ കാണിക്കുന്നത്. എത്രമാത്രം മാറ്റമാണ് ആ ഒരു സ്ഥലത്തിന് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ കരാമയിലെ ഓരോ ബിൽഡിംഗ് നോക്കിയേ എത്രമാത്രം പഴയതാണ്. ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇഷ്ടം പോലെ മലയാളികളൊക്കെ ഇവിടെ താമസമുണ്ട് കേട്ടോ ഈ കരാമ ഏരിയയിൽ. നമ്മൾ ദുബായിലെ ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഞാൻ നിങ്ങൾക്കൊരു സീൻ കാണിച്ചു തരാം. ഈ ബിൽഡിങ്സ് കണ്ടാ, അങ്ങറ്റത്ത് നമ്മുടെ ബുർജ് ഖലീഫ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കരാമയെന്നൊക്കെ എന്താണ് ഈ ഒരു പ്രദേശത്തിനുള്ള വ്യത്യാസം എന്ന്. ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ പൊക്കം നോക്കി, ഹൈറ്റ് നോക്കി. എൻ്റെ ദൈവമേ, ഈ ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഇടയിട്ടാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ പറ്റുന്നതോടെ നമുക്ക് കാണിച്ചു തരാം. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ലാലേട്ടൻ താമസിക്കുന്ന പുതിയ ഫ്ലാറ്റിലെ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ദുബായ് മാൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അങ്ങോട്ട്. പക്ഷേ ഈ പറഞ്ഞ ബിൽഡിങ്സിൻ്റെ കാഴ്ച കണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബിസിനസ് ബേയിൽ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് പതുക്കെ ചോദിച്ചങ്ങ് പോവാം. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് ബേ അവന്യൂ എന്നാട്ടോ അറിയപ്പെടുന്നത്. ഇവിടെയുള്ള ബിൽഡിങ്സിനൊക്കെ അറിയപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ടവേഴ്സ് എന്നൊക്കെയാണ്. ഇവിടെ അടുത്തൊരു ചെറിയ പാർക്കുണ്ട്, ഇത് കണ്ടില്ലേ, പാർക്കുണ്ട്. അതുപോലെ ഇത് അങ്ങറ്റത്ത് നമ്മുടെ ബുർജ് ഖലീഫ കാണാം. പിന്നെ അത് വേറൊരു സീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അങ്ങറ്റത്ത് നോക്കിയേ, ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ടോ, അതിൻ്റെ ഡിസൈൻ നോക്കിയേ. ഞാൻ കുറച്ചു നേരം പറഞ്ഞില്ല ഒരു പാർക്കിനെ പറ്റി. ആ പാർക്കിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു വഴിയാണിത്. ഇത് രസമാണ് കാണാൻ, നല്ല ഭംഗിയില്ലേ. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമുക്ക് ദുബായ് മാളിൽ ഇറങ്ങിയിട്ട് 2 മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ലാലേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്താനായി. അതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ദൂരം നടക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതുപോലെയാണ് നമ്മളെല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പെട്ടെന്ന് എല്ലായിടത്തും എത്തണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ കുറച്ച് സമയം എടുത്തൊക്കെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യാതെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ചെറിയ വഴി കൂടെ ഇറങ്ങുമ്പോൾ എന്താ സുഖം എന്നറിയോ, എന്താ കൂളിങ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പൊട്ടിമുളച്ചൊന്നും വന്നതൊന്നുമല്ല. ഇതൊക്കെ ഇവിടെ നട്ട് നനച്ച് ഇത്രയും വലുതാക്കിയതാണ്. ഇപ്പോൾ സമയമുണ്ടല്ലോ ഏകദേശം ഒരു 4 മണിയായിട്ടോ. 4 മണിയായപ്പോഴും നമ്മൾ ഇതിൽ കൂടെയൊക്കെ നടക്കുകയാണ്, ഒരു അന്തൂല കുന്തൂലാതെ. ഒരു നവംബറൊക്കെ ആയാലും വലിയ വിഷയമൊന്നുമില്ല, എന്നിങ്ങനെ നടക്കണതിനൊരു വിഷയമൊന്നുമില്ല. പക്ഷേ ഒരു മെയ് ജൂണൊക്കെ ആണെങ്കിലല്ലോ അടിപൊളി ചൂടായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ നടപ്പോ ഒന്നും നടക്കില്ല. എന്തായാലും നമുക്ക് നടന്ന് നോക്കാം, എത്തുമെന്നാണ് വിശ്വാസം. അങ്ങനെ നടന്നു വന്നപ്പോഴേ ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇതെന്താ സാധനം എന്ന് എനിക്കൊരു പിടുത്തമില്ല, എന്നാലും നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ഏതാണ്ട് കുറേ മരക്കഷ്ണങ്ങളൊക്കെ വെച്ച് കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതെന്താണ് സാധനം. ആണിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്, ആണിയൊക്കെ ഇരിക്കുന്നുണ്ട് അകത്ത്. ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല പല കഷ്ണങ്ങളാണോ, മരങ്ങളുടെ വലിയ വലിയ കുറേ കഷ്ണങ്ങളാണ്. കൊള്ളാം. ഈ ദുബായ് ഡൗൺ ടൗണിലെ ഒരു ലൈഫ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അതൊരു വേറെ ലെവലാട്ടോ. എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇവിടെ ബിസിനസ്സുകാർ, സെലിബ്രിറ്റീസ് അങ്ങനെയുള്ളവരൊക്കെ പ്രതീക്ഷിച്ചാണ് മിക്ക ഹോട്ടലും. അപ്പോൾ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കുമല്ലോ. അത് ഇവിടെ കൊള്ളാലോ, കുറേ പുല്ലൊക്കെ നട്ടു വെച്ചിരിക്കുന്നത്. എന്താ നോക്കിയിട്ട് വരാം. ഇത് നമ്മുടെ നാട്ടിലെ പുല്ലാലോ. ഇതിവിടെ ഫാഷന് നട്ടു വെച്ചിരിക്കുകയാണ്. അടിപൊളി സംഭവം. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി. നമ്മുടെ നാട്ടിലുള്ള ഈ പാടത്തും വരുമ്പോഴത്തൊക്കെ ഉള്ള പുല്ലില്ലേ, അതൊക്കെ തന്നെ രസമുണ്ട്. എന്തായാലും ഇങ്ങനെ നല്ല ഒരുക്കി വെച്ചിരിക്കുന്ന കാണാനായിട്ട്. അതുപോലെ നമ്മുടെ കുറേ ബൈക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്, റെൻറ്റിനായിരിക്കും. സംഭവമേ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ, നല്ല ദൂരമുണ്ട്. ഇനിയും കുറച്ച് നടക്കാനുണ്ട്. കാലൊക്കെ വേനിച്ചു തുടങ്ങി.
ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നാലോ എന്നുള്ളൊരു ആഗ്രഹം. എന്തായാലും നമുക്ക് ഇന്ന് എത്തിയേ പറ്റൂ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ നടന്നിട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല. ഹായ് ബ്രോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ നടന്നിട്ട് നമുക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പോകണം, നമുക്ക് എത്തണം എന്തായാലും. നമ്മൾ എത്തിയിരിക്കും. നമ്മൾ പണ്ട് നമ്മുടെ മലയാളം ടെക്സ്റ്റിലൊക്കെ വായിച്ചിട്ടില്ലേ, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ കണ്ടോ. അതൊക്കെയാണെന്ന് തോന്നുന്നത് ഈ കാണുന്നതൊക്കെ. എവിടെ നോക്കിയാലും വലിയ വലിയ ബിൽഡിങ്സ്. ഇതില്ല, അവിടെ ഒരു നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ബുർജ് ഖലീഫയുടെ താഴെ ഉള്ള ഫൗണ്ടനില്ലേ, അതിൻ്റെ അടുത്ത് ഒരു നല്ല വ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് സൂം ചെയ്യട്ടെ, കണ്ടില്ലേ? എടുക്കാൻ പറ്റിയില്ല. ബുർജ് ഖലീഫ. ഈ ദുബായ് ഡൗൺ ടൗണിൽ കൂടെ നമ്മൾക്ക് നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ സിറ്റി എത്രമാത്രം ഭംഗിയൊക്കെ ആയിട്ടാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതേ കണ്ടോ, ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, അതെന്ത് രസമായിട്ടാണ് അവർ ആ പുറത്ത് തന്നെ അലങ്കരിച്ചിരിക്കുന്നത് നോക്കി. അതുപോലെ സ്ട്രീറ്റ് ആയാലും വാക്കിങ്ങിന് വേണ്ടിയിട്ടും സൈക്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഈ സ്ട്രീറ്റ് ഇവർ ഒരുക്കിയേക്കണമെന്ന് നോക്കി. ഇതെന്ന് പറഞ്ഞാൽ ആ താഴേക്ക് വെച്ചിരിക്കുന്ന കല്ലുകളൊക്കെ കണ്ടോ, എന്ത് രസമാണല്ലേ കാണാൻ. ഒരു സ്ട്രീറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഒരു സിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം. അടിപൊളി സംഭവം. എന്തായാലും രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു സ്ഥലത്തേക്കൂടെ നടക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ലാലേട്ടൻ പുതുതായിട്ട് വാങ്ങിച്ച RP ഹൈറ്റ്സിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഒത്തിരി നടന്നാലും നമ്മൾ അവസാനം നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലെത്തി. ഈ ബിൽഡിങ്ങിൻ്റെ 45ാമത്തെ നിലയിലാണ് ലാലേട്ടൻ്റെ പുതിയ ഫ്ലാറ്റ് എന്നാണ് അറിയാൻ പറ്റിയത്. RP ഹൈറ്റ്സിനെ പറ്റിയിട്ട് ഒത്തിരി അറിവുകളുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിലെ 168ാമത്തെ ഹയസ്റ്റ് ബിൽഡിംഗ് ആണ് നമ്മുടെ RP ഹൈറ്റ്സ് എന്നാണ് പറയണേ. അതുപോലെ ദുബായിലെ 96ാമത്തെ ഹയസ്റ്റ് ബിൽഡിംഗ് ആണ് RP ഹൈറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. RP ഹൈറ്റ്സിൻ്റെ അടുത്തടുത്തായിട്ട് ഇഷ്ടം പോലെ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. പക്ഷെ എൻ്റെ ദൈവമേ, എന്ത് ഹൈറ്റാന്ന് നോക്കിയേ. തൊട്ട് താഴെ നോക്കുമ്പോൾ 50 നില കെട്ടിടമാണ് കേട്ടോ ഇത്. എൻ്റെ താഴെ കൂടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. RP ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ അവർ 40 കൊല്ലമായിട്ട് അവരുടെ ബിസിനസ് സെക്ടറിൽ അവർ ദുബായിൽ ഓൾ ഇൻ ഓൾ ആണ്. അതായത് പല മേഖലയിൽ അവർ വർക്കിംഗ് ഉണ്ട്. മെയിനായിട്ട് റിയൽ എസ്റ്റേറ്റ് ആണ്. അതുപോലെ ഡോക്ടർ രവി പിള്ള സാറിൻ്റെ ഉടമസ്ഥയിലാണ് നമ്മുടെ ഈ RP ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ് ഉള്ളത് കേട്ടോ. RP ഗ്ലോബൽ ആണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് സെക്ഷനൊക്കെ നോക്കുന്നത്. ചെറിയ വർക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ, എന്താണെന്ന് അറിയത്തില്ല നമുക്ക്. പിന്നെ പറയുകയാണെങ്കിൽ ദുബായ് മാള്, അതുപോലെ ബുർജ് ഖലീഫ, ഇതെല്ലാം ഈ RP ഹൈറ്റ്സിൻ്റെ തൊട്ട് അടുത്താണ്. ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ കൂടെയാണ് RP ഹൈറ്റ്സ്. നല്ല പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ RP ഹൈറ്റ്സിൻ്റെ ഒക്കെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള RP ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ബിസിനസ്സിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ലൈനാണ് ലീവ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഫീച്ചേഴ്സ്, ഫെസിലിറ്റീസ്, അവരുടെ ഫ്ലാറ്റിലൊക്കെ ഉണ്ടാകുന്ന ഫെസിലിറ്റീസ്, ഇതെല്ലാം തന്നെ മറ്റുള്ള ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതാണ് ലീവ് ബിയോണ്ട് എന്ന് പറഞ്ഞുള്ള ടാഗ് ലൈനിൽ ഇവർ കൊടുക്കുന്നത്. RP ഹൈറ്റ്സിൻ്റെ അകത്തേട്ടൊന്നും നമുക്കങ്ങനെ പ്രവേശനമൊന്നുമില്ല കേട്ടോ. കാരണം ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അവർ വീഡിയോ ഒന്നും അലൗഡ് അല്ല അങ്ങോട്ടൊന്നും. അപ്പോൾ അതിനൊന്നും നമ്മൾ മുതിരുന്നില്ല. നമുക്ക് അലൗഡ് അല്ലാത്തത് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ താഴത്തേക്കൂടെയൊക്കെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടത്തേക്ക് നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ തിരിച്ചു പോകണം. ഇതാണ് RP ഹൈറ്റ്സിൻ്റെ എൻട്രൻസ് എന്ന് തോന്നുന്നു. ഇവിടെ RP ഹൈറ്റ്സിൻ്റെ RP എന്ന് പറയുന്ന ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതായിരിക്കണം ഇവിടുത്തെ എൻട്രൻസ്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ ഫ്ലാറ്റ് കാണിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു തോന്നുന്നു. ഇത് വൈൻഡപ്പ് ചെയ്യാറായി. കാരണം 5:45 കണ്ടു ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ അധികം വെട്ടമൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീഡിയോയിൽ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളിന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ട് കുറേ നടന്നൊക്കെ എടുത്തൊരു വീഡിയോ ആണ് ലാലേട്ടൻ്റെ ഫ്ലാറ്റ് കാണാനുള്ള ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ബൈക്കാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പൊട്ട എന്നുള്ള ശബ്ദം കേട്ടോ. അയ്യ, വരുന്നേണ്ട. ഇത് എവിടെ സ്ഥലം എന്നറിയോ? ഇത് നമ്മുടെ ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെ കേട്ടോ. നമ്മുടെ ലാലേട്ടൻ്റെ ഫ്ലാറ്റൊക്കെ കണ്ട് കഴിഞ്ഞ് വന്ന വഴി, സൈൻ ഓഫ് കഴിഞ്ഞ് വന്ന വഴി ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതേ പാർക്ക് ചെയ്തേക്കണം കണ്ടാ. അതേതാ വരുന്നതെന്ന് ഒരു പിടുത്തില്ല. അതെനിക്ക് തോന്നണേ നമ്മുടെ പുതിയ ഹോണ്ടയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഹോണ്ടയുടെ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ബൈക്കില്ലേ, ഇതാന്ന് തോന്നുന്നു കേട്ടോ. കിടക്കണേ കിടപ്പ് കണ്ട. ഇതെല്ലാം നമ്മുടെ ഹോണ്ടയുടെ ഗോൾഡ് വിങ് എന്ന് പറഞ്ഞ ബൈക്കില്ലേ, ലക്ഷറീസ് ആയിട്ടുള്ള. നമ്മുടെ മല്ലു ട്രാവലറൊക്കെ ഇപ്പോൾ നാട്ടിൽ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് കണ്ട ബൈക്കില്ലേ, അതൊക്കെ ആയിരിക്കുന്നത്. അതിനകത്ത് ഒന്നോ രണ്ടോ ഹാർലി ഡേവിഡ്സൺ ഇരിപ്പുണ്ട്.
അത് കാണുന്ന ഹാർലി ഡേവിഡ്സൺ ആണ്, 2 ഹാർലി ഡേവിഡ്സൺ ആണ്. നമ്മൾ ബുർജ് ഖലീഫയുടെ തൊട്ടടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2011 ഒരു ന്യൂസ് വന്നായിരുന്നു, അതായത് നമ്മുടെ ലാലേട്ടന് ബുർജ് ഖലീഫയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഉണ്ടാവാതിരിക്കാം, എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ, തിരക്കുണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ നമ്മൾ ഒരു പ്രാവശ്യം സൈൻ ഓഫ് ഒക്കെ പറഞ്ഞാണ്. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി സൈൻ ഓഫ് ഫ്രം ബുർജ് ഖലീഫ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.